ഹായ്. അപ്പം ഇശലും ഞാനും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കാം കേട്ടോ. മോൾക്കെല്ലാം പനിയുണ്ട്, അപ്പോൾ ഒന്ന് പനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ മാറ്റൽ കഴിഞ്ഞിട്ടാണ് അവൾക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാൻ കേട്ടോ. കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇത് രാവിലെ സമയമാണ് കേട്ടോ. കാരണം ഇനി വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ഉള്ള സമയത്ത് ചോറൊക്കെ വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഇനി വന്നാൽ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇനി പിന്നെ അവളെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കട്ടെ. അവളെ മുടിയാണെങ്കിലോ കുളിക്കാത്തതുകൊണ്ട് തന്നെ മുടിയൊക്കെ എന്തോ പോലെ പാറി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം പനി 2 ദിവസമായി തുടങ്ങിയിട്ട് മാറുമെന്ന് വിചാരിച്ച് മാറണില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാം, എക്സാമൊക്കെ വരില്ലേ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇതാ ഒന്നിങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. ഇനി ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണേ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ചൊന്ന് നടക്കാം കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക്. തോനൊന്നുമില്ല, കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ മോളും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല നേരത്തെ ഇറങ്ങാത്തത് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കാവും കേട്ടോ. അപ്പോൾ സ്കൂൾ കുട്ടികൾ പോണ കാരണേ അവരെ പോയി കഴിയട്ടെ എന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ കൺമുന്നിലൊരു ബസ് പോവുകയും ചെയ്തിട്ട് അത് കിട്ടിയില്ല. അവന് വിചാരിച്ചിനിപ്പോൾ ഒന്ന് ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബസ് വരുള്ളൂ. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലല്ല കേട്ടോ, ബസ് സ്റ്റോപ്പ് വരുന്നത് ടൗണിലാണ്, അങ്ങാടിയിലാണ്. ഞാൻ അവിടെ പോയിരിക്കണ്ടേ വിചാരിച്ചിട്ട് നമ്മൾ ആളില്ലാത്ത ഒരു ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആവശ്യമില്ല ചെറിയൊരു കമ്പട്ടി അവിടെ ഇരുന്നു. പിന്നെ ബസ് വന്നു കേട്ടോ. ബസ് വന്നപ്പോൾ ഞങ്ങൾ അതിൽ കയറി. എന്നാലും വല്ലാണ്ട് ബുദ്ധിമുട്ടായില്ല കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടി. സാധാരണ ഒരു 15 മിനിറ്റൊക്കെ ഇരിക്കേണ്ടതാണ്, പക്ഷേ അത് അത്രക്കൊന്നും ആയില്ല, വേഗം കിട്ടിട്ടാ. പിന്നെ തിരക്കില്ലായിരുന്നു ബസ്സിൽ ആ സമയം ആയതുകൊണ്ട്. അപ്പോൾ സീറ്റും കിട്ടി, അവൾക്കും സീറ്റ് കിട്ടി. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് എപ്പോഴും ബസ് ഉണ്ട് കേട്ടോ, ഇടവിട്ട് ബസ്സുണ്ട്. ഒരു 15 മിനിറ്റ് അങ്ങനെ കണ്ടിട്ട് ബസ് ഉണ്ട്. ഇപ്പോൾ പിന്നെ ഓട്ടോ ഒന്നും വിളിച്ച് പോകില്ലാണ്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിളിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരൂരെത്തി ബസ് ഇറങ്ങി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് വരുമ്പോൾ അത്ര ഓർത്തില്ല കേട്ടോ, വെള്ളിയാഴ്ച ആണല്ലോ തിരക്കുണ്ടാവും. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. എന്തായാലും സാധാരണ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാട്ടോ, അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലാണ്. അപ്പോൾ വരികയാണെങ്കിലൊക്കെ രാവിലെ വരണം. രാവിലെ ഒരു 7 മണിക്ക് 6:30ക്കൊക്കെ ഓരോരുത്തർ വന്ന് നിൽക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ വേഗം ഒഴിവായി പോവാം. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ടോക്കൺ എടുക്കുന്നിടത്തും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നിന്നിട്ടോ. ഞാൻ ഈശ്വരനൊരു ചേരട്ടിപ്പോൾ അവിടെ ഇരുത്തി കൊടുത്തിട്ട് ഞാൻ കുറേ നിന്ന് കേട്ടോ. എന്തായാലും നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടോക്കൺ കിട്ടിയിട്ടുണ്ടേ. പിന്നെ ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകണം. അപ്പോൾ പോകുന്നിടത്തൊക്കെ തിരക്ക് തന്നെയാണ് കേട്ടോ. നമ്മളെ കാര്യം നടക്കണമല്ലോ, എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ പിന്നെ കാണിക്കാതെ വരാൻ പറ്റില്ലല്ലോ. മോൾക്ക് പനിയല്ലേ, അപ്പോൾ അത് മാറിയാലല്ലേ നമുക്ക് ഇപ്പോൾ പറ്റുള്ളൂ. പിന്നെ ഞാൻ ചെറിയൊരു പനിയൊക്കെ ആയതുകൊണ്ട് പ്രൈവറ്റിലൊന്നും പോകണില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പ്രൈവറ്റിൽ പോകും കേട്ടോ. പിന്നെ സാധാരണ പനികൾക്കൊക്കെ നമ്മൾ വേഗം ജില്ലക്കല്ലേ വരിക. ഇങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. വരുന്നതല്ല കേട്ടോ ബുദ്ധിമുട്ട്, ഇവിടെ വന്നിട്ട് നിൽക്കുന്ന കാര്യമാണ്. നല്ല തിരക്കായിരിക്കും കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ ഡോക്ടറെ കാണിക്കാനൊന്നും അധികം തിരക്കുണ്ടായില്ല, പെട്ടെന്നൊക്കെ ഒഴിവായിട്ടാണ്. ഡോക്ടറെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഒഴിവായി. പക്ഷേ ഈ നിൽക്കണ കണ്ടില്ലേ, ഇത് മൊത്തം നമ്മളെ മരുന്നിനുള്ളതാട്ടോ. ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഉള്ളിലെ സ്പേസ് ആൾക്കാർ നിറഞ്ഞിട്ടാണ് ബാക്കി പുറത്ത് നിൽക്കണത് കേട്ടോ. ഇനിയിപ്പം മരുന്ന് മേടിച്ചിട്ട് ഞങ്ങൾ പോവുകയാണേ. എത്ര ക്യൂ നിന്നാലും മരുന്ന് മേടിച്ചിട്ടോ 1 മണി ആയിക്കണ്ട. അപ്പോൾ തന്നെ നമ്മൾ ഒഴിവായപ്പോൾ അങ്ങനെ മരുന്ന് മേടിച്ച് നമ്മൾ വേഗം പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ സ്റ്റാൻഡിലേക്ക് പോന്നിട്ട് അപ്പോൾ ഇത് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഓർമ്മയില്ല. അപ്പോൾ സ്റ്റാൻഡിൻ്റെ അവിടെ വെള്ളിയാഴ്ച മാർക്കറ്റിൻ്റെ ആയിക്കൂടെ ഞാൻ നടക്കാമെന്ന് വിചാരിച്ചിട്ട്. അതായത് ഇവൾക്ക് എന്തോ 1-2 സാധനങ്ങളൊക്കെ നോക്കണം, വാച്ച് നോക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എന്തോ പൗഡർ എന്തൊക്കെ മേടിക്കണം പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതിൽ കൂടെ പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച മാർക്കറ്റ് ഏതായാലും വന്നതല്ല, അപ്പോൾ ജസ്റ്റ് ഇന്നിങ്ങനെ വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ബാഗ് സാധനങ്ങളെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. ഇതന്നെ ഇപ്പോൾ ഒരു ജുമേൻ്റെ സമയമൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര ആളില്ലാത്തത്. അല്ലെങ്കിൽ തിരക്കൊണ്ട് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും എന്ന് വെച്ച് വല്ല ലാഭമായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ വല്ല വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പലരും പല അഭിപ്രായമാണ് പറയുന്നത്. 1-2 പനിയൊക്കെ ഞാൻ മോൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം റേറ്റ് കുറവ് ക്വാളിറ്റി ഉള്ള കേട്ടോ. അല്ലാത്തൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ 1-2 എണ്ണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ല, ഇതുപോലെ ഉണ്ടാവുക. മറ്റേ SM സ്ട്രീറ്റിലൊക്കെ ഉണ്ടാവില്ല, അതുപോലെയാണ് വെള്ളിയാഴ്ച ഇവിടെ ഉണ്ടാവുക. അതെല്ലാം വെള്ളിയാഴ്ച ഉണ്ടാവും. എൻ്റെ മോള് പിന്നെ അധികം വെള്ളിയാഴ്ച ഒന്നും വരാത്തതുകൊണ്ടേ ഓൾക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയിക്കോടെ ഒന്നിങ്ങനെ കറക്കി കൊടുന്നതാണ്. സംഭവം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലുണ്ട്, ഓൾക്ക് പനിക്കണമല്ല. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഓളെ എനിക്ക് കണ്ടേ പറ്റുമെന്ന് പറഞ്ഞങ്ങാണ്ട് ഓളെ അങ്ങനെ എൻ്റെ കൂടെ എന്നെ അങ്ങോട്ട് കൊടുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓൾക്കൊരു വാച്ച് വേണമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നമ്മൾ പോകുന്നിടത്തുണ്ടാ നോക്കാനുണ്ടെങ്കിൽ നമുക്കൊരു വാച്ചും മേടിക്കാം, അങ്ങനെ പോകാമെന്നും പറഞ്ഞങ്ങാണ്ട് വെയിലും കൊണ്ടിട്ടാണ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വാച്ചൊന്നും കാണാനില്ലല്ലോ, വാച്ചിൻ്റെ കട ഇതൊന്നും അല്ലെങ്കിൽ വാച്ച്, ഫോൺ, ഹെഡ്സെറ്റ് എല്ലാ സാധനവും ഉണ്ടാവും കേട്ടോ വെക്കുന്നത്.
അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളൊരു കട കണ്ടിട്ടോ അതുപോലെ കടല്ല അതുപോലെ കേട്ടോ അവരിങ്ങനെ വിൽക്കുക. അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി നോക്കിയപ്പോൾ എനിക്കും ഒരു വാച്ച് മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയൊന്നും അവിടെ കണ്ടില്ല. പിന്നെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. പിന്നെ വെച്ച് എന്തായാലും വിശലിനാണ് ഇപ്പോൾ അത്യാവശ്യമുള്ളത്. വാച്ചൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് വിശലിനൊരു വാച്ച് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയെടുക്കാം. ഓൾക്കാണെങ്കിലോ അങ്ങനെ പെട്ടെന്ന് കണ്ടാലൊന്നും പറ്റൂല. വലിയൊരു ഇടുന്ന പോലത്തെ വാച്ച് വേണമെന്ന് ചങ്ങലൻ്റെ. പിന്നെ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂളിൽ ഇടാനിപ്പോൾ അതൊന്നും വേണ്ടല്ലോ, അവൾക്ക് ഡെയിലി യൂസിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാധാരണ പോലത്തെ മതിയല്ലോ, എനിക്ക് പിന്നെ മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിച്ചിരുത്താം കേട്ടോ. ഒന്നാമത്തെ കാര്യം നല്ല വെയിലായ കാരണം അവൾക്ക് പനി ഉണ്ടല്ലോ. അപ്പം നല്ലൊരു മൂടല്ല അവൾക്ക്. സംഭവം ആകെ ക്ഷീണിച്ചിരുന്നിട്ട് ആ ക്ഷീണത്തിൻ്റെ ഇടയിലാണ് വാച്ചിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് അവളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കണത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട് വേഗം നമുക്ക് ഏതെങ്കിലും എടുത്ത് പോവാൻ നിൽക്കല്ലേ, നല്ല വെയിലാണ്. കാരണം പനി വീട്ടിൽ വന്നാൽ കൂടുമല്ലോ, അതാലോചിച്ചിട്ട്. അങ്ങനെ അവൾ ഓരോന്ന് വാച്ച് തിരിച്ചും മറിച്ചും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്കൊന്നും പറ്റണില്ല. അപ്പം ഞാനും തന്നെ അതിൽ പെട്ടുപോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു വാച്ച് കൺഫേം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വാച്ച് എടുക്കുക, ഇന്നെ ബുദ്ധിമുട്ടിക്കല്ല. ഒന്നാമത്തെ കാര്യം ഓൾക്ക് വെയ്യല്ലോ, എൻ്റെതും വല്ല പ്രശ്നമോ. പിന്നെ നല്ല ആൾക്കാരെല്ലാം വരുന്നുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ എല്ലാം മേടിക്കുന്നുണ്ട് കേട്ടോ. വാച്ച് അത്യാവശ്യം റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടാ ഞങ്ങൾ എടുത്തപ്പോൾ. കാരണം 200 സംതിങ് ഒക്കെ നല്ല വാച്ചുകളുണ്ട് കേട്ടോ. നല്ല നമ്മളെ ചെയിന് വാച്ചുകൾ തന്നെ നല്ല അത്യാവശ്യം ഭംഗിയുള്ളത് നമ്മുടെ ലേഡീസിനൊക്കെ പറ്റിയിട്ടുള്ള 200 സംതിങ്ങിന് 250 200 ഉണ്ട് കേട്ടോ. പക്ഷേ സാധാരണ നമ്മളെ കടയിൽ പോലെ ഒന്നും അങ്ങനെ കിട്ടില്ല. 300 300 സംതിങ് വരും നല്ല നല്ല വാച്ചുകൾക്കൊക്കെ. ഇതിന് അത്യാവശ്യം കണ്ടിട്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കമ്പനി വാച്ച് ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ ഇത് ഞാൻ നോക്കിയിട്ടുള്ളൂ. അങ്ങനെ ഇവർ പിന്നെ എല്ലാ ആഴ്ചയിലും ഉണ്ടാവും തോന്നുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഇവർ വന്നിരിക്കണം തോന്നുന്നുണ്ട്. അങ്ങനെയാണ് സാധാരണ വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഇട്ടാൽ നമുക്ക് എന്തെങ്കിലും മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പോകുകയെന്നുണ്ടെങ്കിൽ ചില സാധനങ്ങളൊക്കെ കേട്ടോ പരിചയമുള്ളവർ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറ്റില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി തരും. അങ്ങനെ ഞാൻ ഇശലിത വേറൊരു ഇതിൻ്റെ ചെയിൻ വാച്ചല്ല കേട്ടോ എടുത്തത്, അവളൊരു പട്ടൻ്റെ വാച്ച് എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആളിങ്ങനെ ഇട്ട് നോക്കിയത്, അത് മറ്റേ റോസ് ഗോൾഡ് ഉണ്ടല്ലോ ആ വാച്ചാണ് കേട്ടോ. പക്ഷേ എന്തോ അതൊരു അത്ര കംഫർട്ടായി തോന്നി. ഇതിനൊന്നും അങ്ങനെ റേറ്റ് ഇല്ല കേട്ടോ, അതിന് 200 അപ്പോൾ പറഞ്ഞു അങ്ങനെ. പക്ഷെ എന്തോ അത് വേഗം നിറം പോണ പോലെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. പിന്നെ സ്കൂളിലേക്ക് ഇടാൻ ഡെയിലി യൂസ് പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെയിലി യൂസിനൊന്നും അത് പറ്റൂല, വേണ്ട എൻ്റെ യൂണിഫോമിന് നിനക്ക് ബ്ലാക്ക് വാച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 ബ്ലാക്ക് വാച്ച് കണ്ട്. അപ്പം പിന്നെ ഓൾക്ക് എന്താ ഇതിൽ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനായിട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നെടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നിനെ ഞാൻ കൺഫേം ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്ന് പറഞ്ഞ് കയറ്റി വെച്ച് ഞാൻ അവനത്തെ രസമുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഇന്നെപ്പോലെ തന്നെ ആയിട്ടൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പറ്റൂല. എനിക്കുണ്ടായിരുന്ന സ്വഭാവം കേട്ടോ. നമ്മളേതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് എന്തെങ്കിലും സാധനം എടുക്കാൻ പോയാൽ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ, പക്ഷേ എനിക്ക് പറ്റണ മറ്റുള്ളവർക്ക് പറ്റൂല. അങ്ങനത്തെ എൻ്റെ കണ്ട വേറൊരു കണ്ണാണ് കേട്ടോ ഓരോ കാര്യത്തിന്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടുന്നുണ്ട്. ഇവളെ കൂടെ ഞാൻ പോകുമ്പോൾ എനിക്കും ഇങ്ങനെ തോന്നലുണ്ട്, ഇവൾക്ക് എൻ്റെ അതേ ഒരു തന്നെയാണല്ലോ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു വാച്ച് എൻ്റെ എടുത്തത് അവൾ കണ്ടിട്ടുള്ള ഈ വാച്ച് ഞാൻ ഇതെടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഞാൻ ബില്ലാക്കിട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ നോക്കണ്ട. ഒന്നാമത്തെ കാര്യം വെയിലും കൊണ്ട് ക്ഷീണിച്ച് നിൽക്കുകയാണ്, നല്ല തിരക്കുണ്ട്. അവിടെയും തിരക്കുണ്ട്. നമുക്ക് വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കാനും കുളിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പം തന്നെ 2 മണി എന്തോ ആയിട്ടാണ്, 1 മണി എന്നാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ വാച്ചിനൊക്കെ നോക്കിയപ്പോൾ തന്നെ 2 മണിയായി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പിന്നെ എന്തോ ഇതുണ്ടല്ലോ മീനുകൾ അക്വേറിയം മീൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓൾ അതൊന്ന് നോക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഒന്നിനും ടൈമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വലിച്ചു കൊണ്ടുവരാൻ കേട്ടോ. ഇതൊക്കെയാണ് വെള്ളിയാഴ്ച മാർക്കറ്റ്. പക്ഷേ ഞാൻ കാര്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ കാണാൻ, എല്ലാ സംഭവം കേട്ടോ. കുട ബാഗ് എന്ത് വേണം അതെല്ലാം കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ വീഡിയോ നല്ല ഇതിലൊന്നും എടുക്കാൻ പറ്റില്ല, ആൾക്കാരൊക്കെ കാണൂലേ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുക്കണേ. എന്നിട്ട് തന്നെ ഇത് കണ്ടിട്ട് എൻ്റെ മോള് പറയണം ഇമ്മ എന്താണ് എല്ലാവരും ബാഗും മാത്രമല്ല എടുക്കണമെന്ന്. ഈ വീഡിയോസ് പിന്നെ കണ്ടപ്പോഴാണ് മനസ്സിലായിക്കണത്. അതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തോ പോലെ എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ എന്തോ പോലെ നമുക്ക് വീഡിയോ എടുത്തെടുക്കാൻ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ശരിക്കും കിട്ടാത്തത്. അങ്ങനെ വെള്ളിയാഴ്ച മാർക്കറ്റിൻ്റെ ഓളെ പൂതി അങ്ങോട്ട് കിട്ടും. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ പോക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ.